എല്ലാരും ഞങ്ങളുടെ ലൈഫ് സ്റ്റോറി പറയോ. എന്റെ വീട്ടില് എന്റെ ഉപ്പ വെള്ളിയാഴ്ച ദിവസമൊക്കെ ആകുമ്പോ ഫുൾ ജനത്തിനകത്ത് ചോക്കും. എങ്ങനെ സാധിക്കും അവന് ഇത്ര നീറ്റ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ? എന്തിന് ഗൈസ്, അതിന്റെ ആവശ്യമുണ്ടോ? അല്ലേ സുന്ദര? എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെയല്ലേ മക്കൾക്ക്. ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ റിൻസി സെറിൻ. ശരിക്കും വരാണ്ടല്ല, ഇന്ന് ഞങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് പറഞ്ഞിരിക്കണം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. മക്കള് ക്ലാസ്സിലേക്കൊക്കെ ഞങ്ങൾ പറഞ്ഞു വിട്ട്. ആ പറഞ്ഞു വിടുന്ന സമയത്ത് മുമ്പുള്ള ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കണമെങ്കിൽ ഇവിടെ ഒരു യുദ്ധക്കളമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ ദിവസം ആ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് നല്ല റെസ്പോൺസ് വന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യണ എന്തോരം പേരാണ്. ഞാൻ അറിയണ ആ വീഡിയോ ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ശരിയാ, നമ്മൾ പോലും അറിയാണ്ട് ഒരുപാട് പേര് നമ്മളെ കൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളൂ, നമ്മളോട് അടുത്ത് നിൽക്കണ ഒരു മനസ്സുകൊണ്ട് ഭയങ്കര അകലമായിരിക്കും. അതുപോലെ അകന്ന് നിൽക്കുന്ന ആളുകൾ മനസ്സുകൊണ്ട് നമ്മൾ ഭയങ്കര തൊട്ടടുത്തായിരിക്കും. അതെനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത് ഞാൻ എല്ലാ കമന്റും വായിച്ചു. എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തു. നമ്മളെ നെഗറ്റീവ്സും സങ്കടങ്ങളും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ പോസിറ്റീവ്, കംപ്ലീറ്റ് പോസിറ്റീവ് ആയി അല്ലേ ആയിരിക്കാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഗുഡ് മോർണിംഗ് ആൻഡ് ഫ്രൈഡേ. ഹാപ്പി ഫ്രൈഡേ എന്നൊക്കെ പറയോ? വെറുതെ പറഞ്ഞാട്ടെ, അതൊന്നും വേണ്ട. ഹാപ്പി ഫ്രൈഡേ ഒന്നും വേണ്ട. ഫസ്റ്റ് കട്ടൻ ചായയിൽ തുടങ്ങാം. പിള്ളേരെ വിട്ട് കോല മക്കളെ വിട്ടേ വീട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ റൂമൊക്കെ ഒതുക്കി. പിന്നെ ഇല്ല, മക്കൾ വിട്ടിട്ട് ഇന്ന് ഫസ്റ്റ് എന്റെ ഇത് അലക്കാനുണ്ടായി. ഞാൻ ഡെയിലി അലക്കണ്ട വയസ്സായിരിക്കും. മക്കൾ എന്തോ ചോദിച്ചാലും വീട്ടിൽ കിട്ടാറില്ല. എല്ലാ ദിവസവും അലക്കും. എല്ലാ ദിവസം ഞാൻ ഇങ്ങനെ വെള്ളിയാഴ്ച ഞാൻ എന്റെ വീട്ടിൽ നേരത്തെ പണി കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ ഒരു കമന്റ് ഉണ്ടായി. അവര് വീട്ടില് 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം തീർത്തിട്ട് അവര് ഓതിയൊക്കെ ഇരിക്കുന്നു. ഇതൊക്കെ പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. പിന്നെ ഒരു വെള്ളിയാഴ്ച എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഞാനും കൂടാ നമുക്ക് ഉണ്ടാക്കുന്നു. ഞാനില്ലേ എന്തെന്ന് എന്താ പറയുന്നത്? ചായ. അപ്പൊ ഓക്കെ, ഇനി കുറച്ചു നേരം ഞാൻ ചായക്ക് വെച്ച് കൊടുക്കട്ടെ. ബാക്കി കുറച്ച് പണിയൊക്കെ ഒതുക്കിയിട്ട് അടുത്ത വിശേഷമൊക്കെ പറയാം. മക്കളെ വിട്ടതിന്റെ ബാക്കിയാണ് ഈ കാണുന്നതൊക്കെ. പക്ഷെ എനിക്ക് ഗ്യാസും ഇതൊക്കെ തിണ്ടൊക്കെ ഒതുങ്ങി കിടന്നാലാണ് അടുത്ത എന്തെങ്കിലും പണി തന്നെ ചെയ്യാൻ തോന്നുള്ളൂ. അപ്പൊ ആദ്യം അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് എനിക്ക് ചായ വെക്കാം. ഹലോ, എനിക്ക് ഇന്ന് നമ്മള് ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. എടാ കൊതിയാ, മര്യാദക്കിരുന്നത് എനിക്ക് ആക്കിയായിരുന്നു. ഇപ്പൊ എന്ത് കൊതിയാനാണ് ഇവൻ. അയ്യേ, ഇങ്ങനെയാണെങ്കിൽ യൂട്യൂബിൽ കയറ്റില്ലാട്ടെ. തന്നെ യൂട്യൂബിൽ കയറ്റില്ല. ഇനി ഏതായാലും പലഹാരത്തെ പറ്റി എന്നെ ഓർമ്മിച്ചത് ലവ് ടി വി സ്റ്റാൻഡൊക്കെ ഒക്കെ ആയിരിക്കും. എന്റെ മോനെ പണി സാധനങ്ങൾ നോക്കിക്കേ. എങ്ങനെ സാധിക്കും അവന് ഇത്ര നീറ്റായിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ? കണ്ടാ? ഹലോ 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 മിണ്ടുന്നില്ല. ഒരു ചായ? ഇതിന്റെ അങ്ങനെ പേരൊന്നുമില്ല. ഓരോ നാട്ടിലും ഓരോ പേരാണ് ആയിരിക്കാം. ഇതിനെ നിങ്ങള് നാട്ടിലൊക്കെ എന്താ വിളിക്കണേന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. ഇവിടെ ഞങ്ങൾ രണ്ടുപേരാ വിളിക്കുന്നത്. റെഡിയാ? രാവിലെ എണീച്ച് ഒരു കട്ടൻ ചായ കുടിക്കണം. സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് പയ്യെ കട്ടൻ ചായ കുടിച്ച് അങ്ങനെ ഇരിക്കും. മുമ്പ് പേപ്പർ ഉണ്ടായിരുന്നു, ഇപ്പൊ പേപ്പറൊക്കെ ഞങ്ങൾ നിർത്തി. ഇത് കണ്ടില്ലേ ഞങ്ങൾ വീടില്ല രാവിലത്തെ അവസ്ഥയാണ്. ഒരു മനുഷ്യനും ഉണ്ടാവില്ല ഈ വാതുക്ക, ഇങ്ങനെ ശൂന്യമായി കിടക്കും. അതുകൊണ്ട് എന്താ പറ്റും, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് കുറേ നേരം ഇങ്ങനെ ഇരിക്കും. വിചാരിക്കണുണ്ടാവും കമ്പനിക്ക് ഞാനും വന്നിരിക്കും. അപ്പോൾ നാസ്തക്ക ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും ഉള്ളി സവാളയൊക്കെ വിളിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ടാ വന്നിരിക്കണം. കണ്ടവർക്ക് എന്തോ വലിയ ചർച്ചയായിരിക്കും. എവിടെ എന്തെങ്കിലും സാധനം വാങ്ങിക്കാണ്ട അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസ്കഷനിലായിരിക്കും ഞങ്ങൾ. അതൊക്കെ കഴിഞ്ഞാൽ മെയിൻ പണി എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് അടിച്ചു വരാനുണ്ടാവും. അടിച്ചു വരണ മുമ്പ് നിറച്ച് ഷൂസും ചെരുപ്പൊക്കെ ആയിരിക്കും. ഈ ഷൂറാക്ക് വന്നേ പിന്നെ അങ്ങനെ ഒരു ഉപകാരമുണ്ട് കേട്ടോ. മര്യാദക്ക് അടിച്ചു വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഈ മുറ്റമൊക്കെ ഒന്ന് അടിക്കും, വലിയ ചവറൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ പണി നടക്കണോണ്ട് നിറച്ച് പൊടി ഉണ്ടാവും. അതുകൊണ്ട് സിറ്റ് ഔട്ട് എപ്പോഴും അടിച്ചു വരുമ്പോൾ തന്നെ തുടച്ചിടും. അങ്ങനെ പുറം പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് നാസ്ത കഴിക്കണം അല്ലേ? കഴിക്കൊന്ന് കഴിക്കട്ടെ. നാസ്തക്ക് എന്താടി?
നാസ്തക്ക് നമ്മുടെ വീട്ടിലെ ദേശീയ ഭക്ഷണമായ പുട്ട് തന്നെയാണ് ഗൈസ്. എനിക്ക് എന്നെ കല്യാണം കഴിച്ചതോടുകൂടി ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടാണ് നാസ്ത. എനിക്ക് ഒറ്റ ആക്കി പറയാൻ വേണ്ടി പറ്റും. പുട്ടിന് കറി എന്താ? തേങ്ങാപ്പാൽ ആൻഡ് പഞ്ചസാര. തേങ്ങാപ്പാൽ പഞ്ചസാര എനിക്ക് ഇഷ്ടമാണ്. എനിക്കാർക്ക് ഇഷ്ടമാണ്, എനിക്കിത് ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചാണെങ്കിലും ഞങ്ങള് ഫുഡിന്റെ ഇഷ്ടങ്ങള് അങ്ങനെ കൊറേ ഇഷ്ടങ്ങളൊക്കെ വേറെ വേറെയാണ് അല്ലേ ഇരിക്ക. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. ഗൈസ് ഞങ്ങളെ ഇഷ്ടങ്ങളൊക്കെ പലതാണെങ്കിലും ഞങ്ങളൊന്നാണ്. നിങ്ങൾ കൊറേ നാളിന്റെ ഉണ്ടായിരുന്നു അല്ലേ? ഒരു 6-7 വർഷം. അതെ, ഞങ്ങളുടെ കുറച്ച് ബാഡ് ലൈഫ്. എല്ലാരും ഞങ്ങളുടെ ലൈഫ് സ്റ്റോറി പറയോ, ഞങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് പറയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിന് ഗൈസ്, അതിന്റെ ആവശ്യമുണ്ടോ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പൊ എന്നോട് ഇപ്പൊ ഈ കമന്റ്, സങ്കടമുള്ള കമന്റ് ഒക്കെ വന്നപ്പോ എല്ലാരും എന്നോട് പറഞ്ഞു, ഭയങ്കര പോസിറ്റീവായിട്ടാ പറഞ്ഞത്, ലീവ് ഇറ്റ്. അതുപോലെ ഞങ്ങൾ അതൊക്കെ ലീവ് ഇറ്റ്. അത് കഴിഞ്ഞു. ഇനി അത് നമ്മൾ പറഞ്ഞാലും അതിന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് കിട്ടൂന്നാ, അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞ എന്തായാലും ഞാൻ പറയുമ്പോ അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ വരും, അവര് സങ്കടപ്പെടും. അത് കാണുമ്പോ ചിലപ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് സങ്കടം വരും. അതെ, അപ്പൊ അതങ്ങട് ഞാൻ കഴിഞ്ഞല്ല. ഉപ്പ് ഇന്നലെ വന്നപ്പോ ചെമ്മീൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ചെമ്മീൻ ഫസ്റ്റ് കൊണ്ടുവന്ന ഞങ്ങള് തുടക്കം ഇടുന്നത് ബിരിയാണിയില്ല. സവാള, കശുവണ്ടി, RKG, പഞ്ചസാര. പപ്പടം വേണം. പപ്പടം വാങ്ങിച്ചോണ്ട് വാങ്ങിച്ചോ. സവാള RKG, സവാള RKG. എടോ ഓർമ്മയിട്ടില്ലെങ്കിൽ എഴുതിക്കൊണ്ട് പോ. സവാള RKG, പഞ്ചസാര. എന്നോട് ഉറപ്പിച്ച് കശുവണ്ടി. ഓക്കെ അല്ലേ? എനിക്ക് അവൻ വരെ ചെറുവിടെ ഇരിക്കട്ടെ കേട്ടോ. അവന് ഫോണം നോക്കിയിരുന്ന് മടിയായല്ലേ? ഓ സത്യം, നന്നായിട്ട് മടി പിടിച്ച്. ഞാനേ ഇരിക്കാം, ഞാൻ അടിച്ചു വാരി തുടക്കും, എനിക്ക് അലക്കിയത് ഇരിക്കും. അതിനൊരു ഗീവ് ആൻഡ് ടേക്ക് പോലെ. എല്ലാരും ചോദിക്കാറില്ലേ ഭയങ്കര എളുപ്പമാണല്ലോ റിൻസി കുക്ക് ചെയ്യുമ്പോ, എനിക്ക് നന്നായിട്ട് സ്പീഡിൽ കുക്ക് ചെയ്യുന്നൊക്കെ. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല, എനിക്ക് കുറച്ച് സമയം തന്നാൽ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും. പെട്ടെന്ന് ക്വിക്കായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അതിലേക്ക് ആയിട്ടില്ല. പക്ഷെ ഇതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചെന്നാൽ എനിക്ക് സുഖം കേട്ടാ. എന്റെ ഉമ്മ ഉണ്ടായപ്പോണ്ടല്ലോ എന്തിപ്പോ സുഖമായിരുന്നല്ലോ എനിക്ക്. റബ്ബേ എന്റെ ഉമ്മ വയ്യ. എല്ലാ ഉമ്മമാരും ഇങ്ങനെയൊക്കെയല്ലേ മക്കൾക്ക്. എന്റെ വീഡിയോ കാണുന്ന ഉമ്മമാരൊക്കെ ഇങ്ങനെ മക്കൾക്ക് എല്ലാം ചെയ്ത് കൊടുക്കാറുണ്ടാകും, കമന്റ് ചെയ്യണം കേട്ടോ. എനിക്കതൊക്കെ ഇട്ടാ സങ്കടം വരും, സാരല്ല. അതാവേ എനിക്ക് വയ്യ. ഞാൻ ഒന്ന് വിഷമിച്ചപ്പോ ഉണ്ടല്ലോ എന്തോരം പേരാണ് നമ്മള് കൂടി ചേർത്തൊക്കെ മേടിച്ചത്. അയ്യോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാരെയും എനിക്ക് കാണാൻ പറ്റില്ല, പക്ഷെ എന്നെ എല്ലാരെയും കാണാല്ലേ. എനിക്കൊക്കെ എന്ത് സുഖമാണ്. എനിക്ക് ഈ പറഞ്ഞ കമന്റ് ഇട്ട ആൾക്കാരെ, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് നേരിട്ട് കാണണമെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് കമന്റ് വായിക്കുമ്പോൾ. സത്യമായിട്ട് ഇട്ട് ഇത് വെറുതെ പറയണല്ല, റിയലി എനിക്ക് എല്ലാരെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ പറയലില്ലേ ധരിക്കാം. ഇപ്പൊ ഞാൻ ധരിക്കാന്ന് തന്നെ ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ധരിക്കാക്ക് ഞാൻ ധരിക്കാന്ന് വിളിക്കണതാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാത്ത ഇരിക്കാന്ന് വിളിക്കണതാണ് ഇഷ്ടം. ഏതാവും എനിക്ക് ഇഷ്ടം? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങളെല്ലാരും ധരിക്കാൻ ഇങ്ങനെ സൈലന്റ് ആയിരിക്കുമ്പോ ഇതായിരുന്നു ഭയങ്കര പാവാണെന്നൊന്നും വിചാരിക്കരുതിട്ടാ. പാവൊക്കെയാണ്, ഓക്കെ, അത് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഫുള്ളായിട്ട് പാവണെന്നൊക്കെ പറഞ്ഞാല് അങ്ങോട്ട് സമ്മതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ചിരിച്ചോണ്ടിരിക്കണ സുഖമല്ലേ? ഞാൻ സവാള അറിയാൻ വേണ്ടി വർക്കേരിലൊക്കെ അവളെ ചെമ്മീനെ കൊണ്ട് എൻ്റെ പുറകെ പോന്നു. ആദ്യമൊക്കെ ഞാൻ സവാള അറിയുമ്പോൾ ഭയങ്കര സ്ലോ ആണെന്ന് പറഞ്ഞിട്ട് എന്നും കംപ്ലൈൻ്റ് ആയിരുന്നു. പറഞ്ഞത് ഞാൻ എക്സ്പേർട്ട് ആയപ്പോഴേ സ്പീഡ് കൂടാന്ന് പറഞ്ഞ കൊണ്ട് നിർത്തി വെച്ചേക്കണേ. കാരണം അവൾ ചെമ്മീൻ കിള്ളി തീർന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നണമെന്ന് ഇപ്പോൾ കണ്ടിട്ട് ഇത്ര പെട്ടെന്നൊന്നും അത് കിള്ളി തീരുമെന്ന് തോന്നണില്ല. ഹലോ, ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് സുന്ദരന്മാരായിട്ടുണ്ട് അല്ലേ സുന്ദര? പിന്നെയാണ് മോനെ പണി.
പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള വലിയ ടാസ്ക് കഴിഞ്ഞു. ആ ചെമ്മീനെ ക്ലീൻ ചെയ്ത് എനിക്ക് കുളിക്കണം. അയ്യോ സോറി, എനിക്ക് ഇങ്ങനെ സെൽഫി വീഡിയോ എടുക്കുമ്പോൾ എവിടെ നോക്കുന്നുള്ള കൺഫ്യൂഷൻ ഇതുവരെ മാറിയിട്ടില്ല. ആ ഒരു ടാസ്ക് കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പൊ നമ്മളെ കുളി നനയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളും വെള്ളിയാഴ്ച ദിവസം നേരത്തെ ഞങ്ങളെ പണിയൊക്കെ തീർക്കും കേട്ടോ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ബാക്കി ദിവസങ്ങളൊന്നും ഞങ്ങൾ അങ്ങനെ ഓവറാക്കും. എനിക്ക് ആകെ ചാൻസ് കൊടുത്താൽ ആ പണി ഓവറാക്കി നശിപ്പിക്കും. വേറെ എന്തെങ്കിലും പറയാണ്ടോ? ആത്മാർത്ഥത ആത്മാർത്ഥത. വെള്ളിയാഴ്ചല്ലേ, ഞാൻ കത്തിച്ചിട്ട് വരാട്ടെ. ദീപം കൊണ്ടുവരുന്നുണ്ട്. തീയൊക്കെ പറക്കൂട്ടാ. ഫുൾ തീ വാർച്ചുള്ള കളിയാണ് മനെ. വേറെ വലുന്ന് വെള്ളിയാഴ്ച അല്ലേ. എന്റെ വീട്ടില് എന്റെ ഉപ്പ വെള്ളിയാഴ്ച ദിവസമൊക്കെ ആകുമ്പോ ഫുൾ ചന്ദനത്തിന് കത്തിച്ചോക്കും. ഇപ്പൊ അങ്ങനെ ചന്ദനത്തിന്റെ മെയിൻ ആളാ. ബ്രാൻഡ് അംബാസിഡർ ആക്കേണ്ട ആളൊക്കെ ഏറുന്നു. അതെ, നമ്മള് കുറെ കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചന്ദനത്തിന്. പക്ഷെ നല്ല സ്മെല്ലാട്ടോ, എനിക്ക് ഇഷ്ടമാണത്. കുളിച്ചൊക്കെ കഴിയുമ്പോ ഈ ഒരു സ്മെല്ല്, പിന്നെ വീടൊക്കെ അടിച്ച് തുടച്ചൊക്കെ ഇട്ട് തരൂലേ, അപ്പൊ ഇങ്ങനെ നീറ്റ് ആയിരിക്കുമ്പോ ഇങ്ങനെ എല്ലാവരും സ്മെല്ലൊക്കെ എത്ര എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അത് കൊണ്ട് വെച്ചിട്ട് ബാക്ക് ടു എന്റെ വർക്കിലേക്ക് ഇറക്കേട്ടാ. ഞാൻ ക്ലീൻ ചെയ്ത് ചെമ്മീൻ കാണിച്ചു കൊടുത്തായിരിക്കാം. ഇത്രയും ഇതന്നെ ഒഴിച്ച പാട് എന്റെ റബ്ബേ, എനിക്ക് പഠിച്ചു, എനിക്ക് അറിയാം പോയാലോ. ഇത്രയും അരി വെക്കണം എന്താന്ന് വെച്ചാല് നാളെ സാറ്റർഡേ ആണല്ലോ. അപ്പം നാളെ കുറച്ച് നേരം മക്കൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീച്ചാലും നമുക്ക് വിഷയമില്ല. ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചൂടാക്കി വെച്ചാൽ മതിയല്ല. ബിരിയാണി റെസിപ്പി ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പീസ് ഒന്നും പറയണില്ല. പിന്നെ ഞങ്ങളിന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ മക്കൾ ക്ലാസ്സിൽ പോയി തിരിച്ചു വരുമ്പോൾ അവരെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാകുന്ന ചോദിച്ചായിരിക്കും പുറത്തുനിന്ന് കയറണം തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കലായിരുന്നു കുറച്ച് പണി. അതായി കഴിഞ്ഞാൽ ബാക്കിയുള്ള പണിയെല്ലാം പെട്ടെന്ന് കഴിയും. അപ്പം ഞാൻ ഈ ഒരു സൈഡിൽ നെയ്ച്ചോറിന് അരി വെച്ചിട്ടുണ്ട്. ബാക്കി മസാലയൊക്കെ ചതച്ച് കൊടുത്താൽ എനിക്ക് ആ വയറ്റി തരും. ഉണ്ടാക്കുന്നതിന്റെ പുറകിലാണ്. സത്യം പറഞ്ഞാൽ വിഷമിച്ച് പോയി ഗൈസ്. അപ്പൊ എനിക്ക് നമ്മള് ഈ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ നിർത്താന്ന് തോന്നുന്നുണ്ട്. ഇനി നമ്മള് ബിരിയാണി ദമ്മിലൊക്കെ ആയി കഴിയുമ്പോ നമ്മള് ഫുഡ് കഴിക്കും അല്ലേ ആയിരിക്കാം. ഇപ്പൊ നമ്മള് യൂട്യൂബിലുള്ള എല്ലാ ഫാമിലി അടിപൊളിയാണ് കേട്ടോ. ഓരോ കമന്റ്സ് വായിക്കുന്നതോടെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അപ്പൊ ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കി എന്റെ എനർജി ഒന്ന് കുറഞ്ഞു. പിന്നെ ഇനിയിപ്പോ എന്താ, കുറച്ച് കഴിയുമ്പോ മക്കള് വരും, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, പിന്നെ മക്കളോടെ ഇരിക്കും. ഇത്രയൊക്കെ ഉള്ളു. ഇങ്ങനെയാണ് നമ്മള് ഡേ ബൈ ലൈഫ് പോകുന്നത്. ഇത്രയും പണിയെടുത്തോണ്ട് ഞാൻ കുറെ നേരം റെസ്റ്റ് ചെയ്യും. പിന്നെ ഇത്രയൊക്കെ ഉള്ളു. നമ്മള് ഒരുമിച്ച് വൈൻഡപ്പ് ചെയ്യാം, വായിക്കാം. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഹാഫ് ഡേ ആയപ്പോഴത്തേക്കും ഞങ്ങള് വലിയൊരു ഡേ കഴിഞ്ഞ പോലെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഒന്നാമത് എനിക്ക് പുട്ടും തേങ്ങ പാല് വരുമ്പോ എനിക്ക് ഇഷ്ടമല്ല നാസ്ത. അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ വേറെ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കണായിരുന്നു. ഇന്നൊന്നും ഉണ്ടാവില്ല. എല്ലാവരും അടിപൊളി ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടാ. നമ്മള് വീഡിയോസ് ഒക്കെ കാണുമ്പോ നമ്മളെ ഫാമിലി എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണം. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മറന്നേക്കും. അതെ, ഞങ്ങൾ സത്യം ഇതൊക്കെ മറക്കണേണ്. അതൊക്കെ ഓർക്കാൻ പോയിക്കഴിഞ്ഞാൽ അതിന് മാത്രമേ നേരിണ്ടാവുള്ളൂ. അത് ഞങ്ങൾ അതൊക്കെ സ്കിപ്പ് ചെയ്തോളൂ. ഇന്ന് വെള്ളിയാഴ്ച ദിവസം നമ്മള് വീട്ടിൽ വെച്ചത് ചെമ്മീൻ ബിരിയാണി. അപ്പൊ എല്ലാരും എന്താ വെച്ചതെന്നൊക്കെ എനിക്ക് കമന്റ് ചെയ്യണം. എന്താണെങ്കിൽ കമന്റ് ചെയ്തു. ഒരു കുട്ടി കഞ്ഞിയാണെന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായി. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഞ്ഞി. അപ്പൊ ഒക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്, ബെൽ ഐക്കൺ എല്ലാം ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കണ്ടവര്
ബൈ ബൈ. ടാറ്റാ ടാറ്റാ.